ഹിന്ദുമതത്തെ അധിക്ഷേപിക്കുന്ന ഒരു വീഡിയോ മുതൽ ഇന്നും ഇന്നലെയായിട്ട് നടന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരൊറ്റ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് പകരം അമേരിക്കയിൽ നടക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചുള്ള പ്രധാനപ്പെട്ട ന്യൂസ് അത് കവർ ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ പ്രധാനമെന്ന് എനിക്ക് തോന്നുന്നു. നേരെ മറിച്ച് അതേസമയം തന്നെ ഒറ്റപ്പെട്ട വിഷയങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യുകയും ഉണ്ടാവും. രണ്ട് രീതിയിലും ഉണ്ടാവും. പ്രധാനമായിട്ടും ന്യൂസിനെ ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നടന്ന 2-3 കാര്യങ്ങൾ ഉണ്ട്. ഇന്നിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് മിനസോട്ടയിലെ റെയ്ഡ് ഏതായാലും സർക്കാർ അവസാനിപ്പിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥർ ഇനിയിപ്പോൾ 2000 പേരാണ്. 2000 ഐസ് ഓഫീസർമാരാണ് ഇപ്പോഴുള്ളത്. 700 പേരെ നേരത്തെ പിൻവലിച്ചിരുന്നു. അവരെ വൈകാതെ തന്നെ അവരുടെ സ്ഥലങ്ങളിലേക്ക്, അവരുടെ സ്റ്റേഷനുകളിലേക്ക് മാറ്റുമെന്ന് ഈ ബോർഡർ സാർ ടോം ഹോമാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹം അത് പ്രസിഡന്റ് ട്രംപിനോട് ചോദിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. നല്ല കാര്യം. അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ കെട്ടടങ്ങുന്നു. ഈ ഉദ്യോഗസ്ഥരൊക്കെ ഇനി മറ്റു സ്ഥലങ്ങളിലേക്ക് അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും അതിശക്തമായ എതിർപ്പാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് സർക്കാരിനൊരു വീണ്ടും വിചാരം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഈ മിനസോട്ടയിൽ കാണിച്ച പോലെ മറ്റു സ്ഥലങ്ങളിൽ കാണിക്കുമെന്ന് നമുക്ക് കരുതാനാവില്ല. പ്രത്യേകിച്ച് ഇപ്പം നാളെ ഈ വീക്കെൻഡിൽ മുതൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിക്കുള്ള ഫണ്ടിങ് നിൽക്കാൻ പോവുകയാണ്. ആ ഫണ്ടിങ് പാസ്സാക്കാനായിട്ട് കോൺഗ്രസ്സിലെ ഡെമോക്രാറ്റുകൾ വിസമ്മതിച്ചു. കാരണം ഈ ഐസ് നടപടികളിൽ ഇങ്ങനെ ഈ രീതിയിലുള്ള കടുത്ത നടപടികൾ പാടില്ല, അതിന് നിയന്ത്രണം വേണം, അതിന് മാറ്റങ്ങൾ വരുത്തണം എന്ന് ആവശ്യപ്പെട്ട് അത് റിപ്പബ്ലിക്കൻ നേതാക്കൾ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇത് പാസ്സാക്കാനായിട്ട് അവർ വിസമ്മതിച്ച് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പാസ്സാക്കാനുള്ള സാഹചര്യമില്ല. ഇനിയിപ്പം നാളെ അവർ പിരിഞ്ഞുവെന്ന് തോന്നുന്നു, കോൺഗ്രസ് പിരിഞ്ഞുവെന്ന് തോന്നുന്നു ഇന്ന്. അപ്പം നാളെ വൈകിട്ട് മുതൽ DHSലെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ചില ഭാഗങ്ങളൊക്കെ നിലയ്ക്കും. അതിൻ്റെ ഭാഗമാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ അഡ്മിനിസ്ട്രേഷൻ TSA. അപ്പോൾ അവർക്കുള്ള ഫണ്ടിങ്ങും നിൽക്കും. അതേസമയം തന്നെ ഈ ഐസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് അവർക്കുള്ള പൈസ നേരത്തെ തന്നെ വകയിരുത്തിയാണ്. അവർക്കിത് ബാധിക്കില്ല എന്നാണ് പറയുന്നത്. അവരെ ബാധിക്കില്ല, പക്ഷേ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റുള്ളവരെ ഇത് ബാധിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി കാണുന്നത്. എന്തായാലും അത് എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിൻ്റെ കൂടെയാണ് ഈ വോട്ടർ രജിസ്ട്രേഷന് വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മുടെ ID കാണിക്കണം, നമ്മൾ പൗരനാണെന്നുള്ളത് തെളിയിക്കുന്ന ID കാണിക്കണം. അങ്ങനൊരു നിയമം കോൺഗ്രസ്സിൽ പാസ്സാക്കി. 213 ഒരു ഡെമോക്രാറ്റ് അടക്കം റിപ്പബ്ലിക്കന്മാരെല്ലാം കൂടി അതിന് വോട്ട് ചെയ്തു. 213 പേര് അതിന് വോട്ട് ചെയ്തു. അപ്പോൾ അത് പാസ്സായി. പക്ഷേ അത് സെനറ്റിൽ ചെല്ലുമ്പോൾ അത് പരാജയപ്പെടും. കാരണം അവിടെ ഡെമോക്രാറ്റിക് പാർട്ടി ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം 60 വോട്ടില്ലാതെ അത് പരാജയപ്പെടുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു സ്ഥിതി. ഇനി നമ്മുടെ മുഖ്യ വിഷയം ഇത് വാസം പറഞ്ഞാൽ കണ്ടപ്പം ചെപ്പക്കുറ്റി കയറ്റി ഒരടി കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. അതൊരു തമാശയായിട്ടാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. കൊമേഡിയനാണ്, യൂട്യൂബറും കൊമേഡിയനും. പക്ഷേ കൊമേഡിയൻ എങ്ങനെയാണ് ഒരു സിറ്റി കൗൺസിൽ യോഗത്തിൽ ചെന്നിട്ട് ഹിന്ദുമതത്തെയും ഹിന്ദുക്കളെയും ആക്ഷേപിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഇപ്പം ഹിന്ദുക്കളെയല്ലേ ആക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ ഹിന്ദുക്കളെയല്ല, നമ്മുടെ ഇന്ത്യക്കാരെയാണ് ആക്ഷേപിച്ചത്. ഹിന്ദുക്കളെ ആക്ഷേപിക്കുമ്പോൾ അത് നമ്മൾ ഇന്ത്യക്കാരെ മൊത്തം ആക്ഷേപിക്കുന്നതിന് തുല്യം. അതിന് വ്യത്യാസമൊന്നുമില്ല. നേരെ മറിച്ച് ഇപ്പോൾ ക്രിസ്ത്യാനികളെയോ അല്ലെ മുസ്ലിങ്ങളെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ എല്ലായിടത്തും ഉണ്ടല്ലോ ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്ന് നമുക്ക് വിചാരിക്കാം. ആ രീതി വെച്ചാണെന്ന് വിചാരിക്കാം. പക്ഷേ ഇത് ഹിന്ദുക്കളെ ആക്ഷേപിക്കുമ്പോൾ അത് ഇന്ത്യയെ ആക്ഷേപിക്കുന്നു, ഇന്ത്യക്കാരെ ആക്ഷേപിക്കുന്നു. അപ്പം ഈ അലക്സ് സ്റ്റെയിൻ എന്ന് പറഞ്ഞ ഒരു കൊമേഡിയൻ യൂട്യൂബർ, അയാൾ എവിടെ ചെന്നാലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്. അയാളൊരു മഞ്ഞ കുർത്തയും ഒരു പൊട്ടുമൊക്കെ തൊട്ടുകൊണ്ട് ഇന്ത്യൻ ആക്സെൻറ്റിലാണ് അവിടെ പോയി പ്ലാനോ സിറ്റി കൗൺസിലിൽ സംസാരിക്കുന്നത്. ഞാനൊരു ഇന്ത്യൻ യുവാവാണ് പറയുന്നത്. ആ വീഡിയോ ഒന്ന് കേൾക്കണം, എത്ര ഒഫൻസീവാണെന്ന് വാസ്തവം പറഞ്ഞാൽ. ഞാൻ അതിൻ്റെ ലിങ്ക് eMalayali.com ഇടുന്നുണ്ട്. അയാൾ പറയുന്നത് പശു ഞങ്ങളുടെ ഗോമാതാവാണ്, അതുപോലെ തന്നെ പശുവിൻ്റെ മൂത്രം പരിപാവനമായ മരുന്നാണ്, ചാണകം അതുപോലെ തന്നെ ഹോളി ഗോൾഡാണ്, വിശുദ്ധ സ്വർണ്ണമാണ്. ഇനി കാഷ് പട്ടേലിനെ നിയമിച്ചതിൽ ഞങ്ങൾക്ക് വലിയ നന്ദിയുണ്ട്. കാഷ് പട്ടേലിൻ്റെ വിവാഹത്തിൽ ഒരു ഓതൻറ്റിക് ഇന്ത്യൻ വിവാഹമായിരിക്കും, അതിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യമുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ ആക്ഷേപകരമായ കാര്യങ്ങളാണെന്ന് പറയുന്നത്. ആ പറയുന്ന ടോണും അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സമ്മേളനത്തിൽ ചുരുക്കം ചില ഇന്ത്യക്കാരുണ്ടായിരുന്നു. അവർ ചിലർ ഇറങ്ങിപ്പോയി. ആരോ ഒരാൾ മിഡിൽ ഫിംഗർ കാണിക്കുന്നത് കണ്ടു. പിന്നെ ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം
ഒരാൾ മാത്രം കൈയടിക്കുന്നത് കണ്ടു, വേറെ ആരും കൈയടിച്ച് കണ്ടില്ല. അപ്പോൾ ഇത്രയും ഒഫൻസീവായിട്ടുള്ള കാര്യം അവിടെ നടന്നിട്ട് അതിന് അനുമതി കൊടുത്തത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. സിറ്റി കൗൺസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുള്ള സ്ഥലമാണോ, കോമഡി പറയാനുള്ള സ്ഥലമാണോ സിറ്റി കൗൺസിൽ യോഗങ്ങൾ? അതും പ്ലാനോ എന്ന് പറയുന്നത് ടെക്സസിൽ ഇന്ത്യക്കാർ ധാരാളമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ആ പ്ലാനോ പിന്നെ ടൗണിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നെന്ന് പറഞ്ഞാൽ അത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, അത് ഇടയ്ക്ക് നിർത്താനായിട്ട് ഇങ്ങനെയുള്ള ഈ വംശീയവാദം പറയുന്നു, റേസിസം പറയുന്നു എന്ന് കണ്ടപ്പോൾ അത് നിർത്താനായിട്ട് അധികൃതർ ഒട്ടും ശ്രമിച്ചതുമില്ല. അതും വളരെ ഖേദകരമായ കാര്യം തന്നെ. എന്തായാലും അത് പിന്നെ പറഞ്ഞ് നമ്മൾ വഷളാക്കേണ്ടതില്ല. അപ്പം ഈ റേസിസം ഏതെല്ലാം തലത്തിലാണ് പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന കാര്യം. അപ്പോൾ ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്നു പറഞ്ഞാൽ ഇന്ത്യക്കാരെ ആക്ഷേപിക്കുന്നു. അപ്പോൾ ഇന്ത്യക്കാരും വേണ്ട, ഇന്ത്യക്കാരെല്ലാം മഹാമോശക്കാരാണ്, ഇവിടെയുള്ളതെല്ലാം എന്തോ കുത്തിവാരി കൊണ്ടുപോകുന്നു, ഇവിടെ എല്ലാം തകർക്കാൻ വന്നിരിക്കുന്നുള്ള അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ടുള്ള ഒരു ചിന്താഗതി വളർന്നു വന്നിരിക്കുന്നു. അപ്പോൾ അത് വളരെ ദോഷകരമാണ്. നമുക്കറിയാം, ഈ പിന്നെ ഭൂതത്തെ കുടത്തിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ആ ഭൂതം ഏതെല്ലാം രീതിയിലാണ് ഉപദ്രവിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതെല്ലാം രീതിയിൽ എവിടെയൊക്കെ ചെന്നാണത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒറ്റപ്പെട്ട നമ്മൾ യാത്ര ചെയ്യുമ്പോഴാകാം, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ചെല്ലുമ്പോഴാകാം, ഒക്കെ റേസിസം എപ്പോഴാണ് വരുന്നത്, ഏത് രീതിയിലാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ബസ് കയറുമ്പോഴാകാം, ബസ് യാത്രയ്ക്കിടയിലാകാം, എങ്ങനെയും. കാരണം ഈ വർഗീയവാദികൾക്ക് എപ്പോൾ വേണേലും പിന്നെ ആളെ നോക്കി അല്ലെങ്കിൽ നിറം നോക്കി ആ രീതിയിലാണല്ലോ അവരുടെ നിലപാടുകളും അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം. അപ്പോൾ ആ റേസിസം ശക്തിപ്പെടുന്നു. അത് വളരെ സങ്കടകരമായിട്ട് തോന്നി. ഇങ്ങനെ ഈ ഒരു കൊമേഡിയന് ഹിന്ദുമതത്തെയോ ഇതിനെയൊന്നും ആക്ഷേപിക്കേണ്ട ഒരു കാര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പറയേണ്ടതില്ല. ഇങ്ങനെ തമാശ പറയേണ്ട കാര്യമില്ല. അത് ആക്ഷേപിക്കേണ്ട രീതിയിൽ അങ്ങനെ പിന്നെ അയാൾ പറയുന്ന അവസാനിപ്പിക്കുന്ന ആ മുസ്ലിം ബ്രദർഹുഡിന് ഞങ്ങൾ ഈ ചെയ്യുന്നതൊന്നും ചാണകം പിന്നെ ഈ ഗോമൂത്രം ഇതൊന്നും അവർക്കിഷ്ടമില്ല, അതുകൊണ്ട് അവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്നും പറഞ്ഞാണ് ഇയാളുടെ ഈ ഒരു നിവേദനം എന്ന രീതിയിലാണ് ഇയാൾ ഈ തമാശ പോയി അവിടെ അവതരിപ്പിക്കുന്നത്. എന്തായാലും ആ പ്ലാനോ സിറ്റി കൗൺസിലിനോട് ശക്തമായ അമർഷമാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം വീഡിയോകളും ഇത്തരം കാര്യങ്ങളുമൊക്കെ നമ്മളെ മൊത്തം, നമ്മുടെ സമൂഹത്തെ മൊത്തം, നമ്മുടെ എല്ലാം സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന കാര്യമാണ്, നമ്മയെല്ലാം ബാധിക്കുന്ന കാര്യമാണ്. നമ്മളാരും വലിഞ്ഞു കയറി വന്നവരല്ല. ഇവിടെ ഇല്ലീഗലായിട്ട് വന്ന കുറച്ച് പേരൊഴിച്ച് നമ്മളെല്ലാം ലീഗലായിട്ട് വന്നവരാണ്. ഇവരൊക്കെ വന്ന പോലെ തന്നെയാണ് നമ്മൾ വന്നത്. ഇവർ കുറച്ച് നേരത്തെ വന്നു, നമ്മൾ കുറച്ച് വൈകി വന്നു, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പം ഈ വൈകി വന്നവരോ അത് പിന്നെ ഒരു സാമാന്യ ചിന്താഗതിയാണ്. നമുക്കറിയാം, ബസ് കയറാൻ നിൽക്കുമ്പം ബസ്സിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ ആ ബസ്സിൽ വേറെ ആരും കയറരുത്, ബസ് പെട്ടെന്ന് വിട്ടു പോകണം, ഇടയ്ക്കൊന്നും നിർത്താൻ പാടില്ല. ഇത് എല്ലാവരുടെയും ചിന്താഗതിയാണ്, നമ്മുടെയും ചിന്താഗതി അതൊക്കെ തന്നെയാണ്. പക്ഷേ ആ റേസിസം വരുന്നത് നമ്മയൊക്കെ ആശങ്കപ്പെടുത്തുന്നു, ഭീതിപ്പെടുത്തുന്നു. അതൊക്കെ ഏത് രീതിയിലാണ് പിന്നെ ബാധിക്കുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.